മലയാള സിനിമയിലെ ആ ചിരി മാഞ്ഞുപോയ ദിവസം ശ്രീനിവാസന്റെ വിയോഗവാർത്ത കേട്ട് കേരളം വിങ്ങിപ്പൊട്ടുമ്പോൾ എല്ലാവരും തിരഞ്ഞത് ആ പഴയ സന്ദേശത്തിലെയും തലയണ മന്ത്രത്തിലെയും കൂട്ടുകാരെയായിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും വിറയ്ക്കുന്ന കൈകളോടെ തങ്ങളുടെ പ്രിയ സുഹൃത്തിന് അന്ത്യചുംബനം നൽകുന്നത് കണ്ടപ്പോൾ മലയാളികളുടെ കണ്ണു നിറഞ്ഞു. എന്നാൽ ആൾക്കൂട്ടത്തിനിടയിൽ എല്ലാവരും ഒരാളെ തിരഞ്ഞു, ജയറാം. തമാശകൾ പങ്കുവച്ചും തോളിൽ കൈയിട്ടും നടന്ന ആ പഴയ സുഹൃത്തെവിടെ? മണിക്കൂറുകൾ നീണ്ട പൊതുദർശനത്തിനൊടുവിൽ ചിതയൊരുങ്ങിയിട്ടും ജയറാം വന്നില്ല. അതിലുപരി ലോകം മുഴുവൻ അനുശോചനം രേഖപ്പെടുത്തിയ ആ നിമിഷങ്ങളിൽ ജയറാമന്റെ ഫേസ്ബുക്ക് പേജ് നിശബ്ദമായിരുന്നു. ഒരു വരി പോലും അവിടെ തെളിഞ്ഞില്ല. സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം കനത്തു. സിനിമയിലെ സൗഹൃദം വെറും അഭിനയമായിരുന്നോ എന്ന് പലരും ചോദിച്ചു. ശ്രീനിവാസന്റെ വരികളിലൂടെ ജീവിതം പടുത്തുയർത്തിയവർ ഇന്നെവിടെ പോയി മറഞ്ഞു എന്ന ചോദ്യങ്ങൾ ജയറാമിന്റെ പ്രൊഫൈലിന് താഴെ നിറഞ്ഞു. സ്നേഹിച്ച താരം ഇത്രയും നിസ്സംഗത കാണിച്ചത് ആരാധകർക്ക് വലിയൊരു മുറിവായി. പക്ഷേ ആ നിശബ്ദതയ്ക്ക് പിന്നിൽ ഒരുപക്ഷെ വാക്കുകൾക്കതീതമായ വേദനയോ മറ്റാരും അറിയാത്ത കാരണങ്ങളോ ഉണ്ടാകാം. എങ്കിലും ഒരു കാലഘട്ടത്തെ ചിരിപ്പിച്ച ആ വലിയ മനുഷ്യന് വിട ചൊല്ലാൻ പ്രിയപ്പെട്ടവർ വരാതിരുന്നത് മലയാളികളുടെ മനസ്സിൽ ഒരു വിങ്ങലായി ബാക്കി നിന്നു. സിനിമയിലെ സൗഹൃദങ്ങൾ വെള്ളിത്തിരയിലെ വെളിച്ചമണയുന്നതോടെ അവസാനിക്കുന്നതാണോ എന്നൊരു നോവ് ആ ദിവസം ബാക്കിവെച്ചു. ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾക്കം മീഡിയ.